പ്രൈസ്തലോ സ്നേഹമുള്ളവരെ, മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 11 തിരുവചനം പറയുന്നു, സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരിച്ച് തരും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 22 യാക്കോബ് പറയുന്നുണ്ട്, അവിടുന്ന് എനിക്ക് തരുന്നതിൻ്റെയെല്ലാം 10-1 ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കും എന്ന്. സ്വാർത്ഥരായ നാം നമ്മുടെ സമ്പത്തും കഴിവുകളും സമയവും എല്ലാം മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കുവാൻ മടിക്കുന്നവരാണ്. പങ്കുവെച്ചാൽ സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്ന ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ കർത്താവ് മലാക്കി പ്രവാചകനിലൂടെ നമ്മോട് അരുളി ചെയ്യുകയാണ്, ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരിക. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ എന്ന്. നാം മടി കൂടാതെ സന്തോഷത്തോടെ ദശാംശം കൊടുക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതിനാൽ മടികൂടാതെ പിശുക്കും അല്ലെങ്കിൽ ലുബ്ധതയോ കാണിക്കാതെ സന്തോഷത്തോടെ നൽകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സുഭാഷിതം 19:17 ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് കടം വീട്ടും. പ്രഭാഷകൻ 35:10 കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധത കാണിക്കരുത്, മുഖം വാടരുത്. നാം പലപ്പോഴും ചിന്തിക്കുന്നത്, ദാനധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മെച്ചമാണ് ഉണ്ടാകുന്നത്, ഉള്ളതിൽ നിന്ന് കുറവ് വരികയല്ലേ ഉള്ളൂ എന്ന്. നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളും ദാനധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വൻ കൃപകളും എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. എല്ലാത്തിൻ്റെയും ഉത്തരം തിരുവചനത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. പ്രഭാഷകൻ 3:30 ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പ്രഭാഷകൻ 29:12 പറയുന്നുണ്ട്, ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം, എല്ലാ തിന്മകളിൽ നിന്നും അത് നിന്നെ കാത്തുകൊള്ളും. നാം പലപ്പോഴും നിക്ഷേപം കരുതി വയ്ക്കുന്നത് ബാങ്കുകളിലും ഈ ലോക സമ്പത്ത് നേടാനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ തിരക്കും അതിനുള്ള പരിശ്രമവും. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത് ദാനധർമ്മമായിരിക്കണം നമ്മുടെ നിക്ഷേപം എന്ന്. സ്വാർത്ഥരായ നാം നമ്മുടെ സമ്പത്തും കഴിവുകളും സമയവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിൽ പിശുക്ക് കാണിക്കാറുണ്ട്. തോബിത്ത് 4:10-11 തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്, ദാനധർമ്മം മൃത്യുവിൽ നിന്നും രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. സങ്കീർത്തനങ്ങൾ 41:1 ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും. പ്രഭാഷകൻ 17:22 മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെയും അവിടുന്ന് കരുതുന്നു.
ഇത്രയും അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ലഭിക്കാവുന്ന ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ ദാനധർമ്മം. ദാനധർമ്മം ദൈവം കാണുന്നത് മോതിരത്തെ പോലെയാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു, അന്ധകാരത്തിൽ വീഴാതെ നമ്മെ കാത്തുകൊള്ളുന്നു. അപ്പം അതുകൊണ്ട് ദാനധർമ്മത്തിൽ തൽപരരാകാം, സന്തോഷത്തോടെ ദശാംശം കൊടുക്കാം. സ്വർഗ കവാടങ്ങൾ തുറന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.